സോ ഹലോ ഗൈസ് വാട്സപ്പ് ഞാൻ ഞങ്ങൾ സ്വന്തം മറ്റൂസ് ഗെയിമിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരൻ വരെ ചാനൽ സഭയത്തിൻ്റെ സഭയിക്കുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യട്ടെ. നമുക്ക് ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ശല്യപ്പെടുത്താൻ. നിനക്കൊക്കെ വേറെ വീട്ടിൽ പോയിരിക്കുക, ഇതൊന്നും വേറെ പണിതാണ്. വീട്ടിൽ പോയിരിക്കട്ടെ, വീട്ടിൽ പോയി സുഖം കിടന്ന് ഉറങ്ങേണ്ടതിന് വരാൻ വെറുതെ നമ്മുടെ ഓക്കെ. അപ്പോൾ നമ്മൾ ബാമ്പു ഫാർം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവന്മാരെ രണ്ടുപേരും ഉണ്ടാക്കാൻ സിമ്പിൾ ഞാൻ ആണെങ്കിൽ എന്തൊക്കെ വേണമെന്ന് കാണിച്ചു അമേരിക്ക. എന്നിട്ട് സ്റ്റോൺ, സ്മൂത്ത് സ്റ്റോൺ, അതേപോലെ സ്റ്റോൺ ടോർച്ച്, അതേപോലെ ഇപ്പോൾ തന്നെ സിമ്പിൾ സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ സിമ്പിളാണ്. ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും അതെ സിമ്പിൾ സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ടാസ്ക് വന്നത് ഒബ്സർവർ ചെയ്യാനാണെന്ന് തോന്നുന്നു. യെസ്, ഒബ്സർവർ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നുള്ളൂ. എനിക്ക് അതൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. പിന്നെ ഗൈസ് നമ്മൾ കുറേ മൈനിങ്ങിന് പോയി സ്റ്റാക്ക് കണക്കിന് സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ അടുത്തൊന്നും മൈനിങ്ങിന് പോകാൻ ആവില്ല ഗൈസ്. അയ്യോ, നമ്മുടെ 10 ഇതുണ്ട് ഗോൾഡ്. കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയ 10 ഗോൾഡ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കി ഗോൾഡെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ ഉണ്ടാക്കാവുന്ന ഓക്കെ. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരെ മരിച്ച ചാനൽ സബ്സ്ക്രൈബ് ഒന്നുകൂടെ പറഞ്ഞേക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ 400 ആണ് നമ്മുടെ ടാർഗറ്റ്, സബ്സ്ക്രൈബ് ടാർഗറ്റ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ 400 സബ്സ്ക്രൈബ് ടാർഗറ്റും അതേപോലെ തന്നെ 10 ആണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. അതും കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതുണ്ടാക്കിയിരുന്നു. നമ്മളിതുവരെ AFK തന്നിട്ടില്ല. AFK എന്നാലല്ലേ വലുതാവുള്ളൂ. ഞാൻ ഇതുവരെ AFK തന്നിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി എന്താണെങ്കിൽ ഇവിടെ പണിയെടുക്കുവാണല്ലോ. അപ്പോൾ AFK തന്നെ പണിയെടുത്ത കരുതി. അപ്പോൾ ഞാൻ ഇതാണ്ട് ഇവിടെയായിട്ടാണ് ഉണ്ടാക്കാൻ പറയുക. താമരം വെട്ടിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാം. പിന്നെ എന്നോട് പറഞ്ഞു മാക്സിമം വില്ലേജസ് മാക്സിമം ആക്കാൻ പറഞ്ഞു. മാക്സിമം ആക്കണമെങ്കിൽ മാക്സിമം ലെവലാക്കി മാസ്റ്റേഴ്സ് ആക്കാൻ പറഞ്ഞു. അപ്പോൾ മാസ്റ്റേഴ്സ് ആക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിനുള്ള സാധനങ്ങൾ വേണം. അതിനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ള സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പരിപാടിയാണ് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 1 2 3 4 5 6 7 8 9 ഓക്കെ ഗൈസ്. അപ്പോൾ 17 അപ്പുറമായിട്ട് 2 വെക്കണം. അപ്പോൾ അങ്ങോട്ടും കൂടെ ഞാൻ വെച്ചിട്ട് വരാം ഗൈസ്. ഇതാണ്ട് 2 17 ആയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ട് ഇവിടെ 2 ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഇവിടുത്തെ ബ്ലോക്ക് കളയുക. ഇവിടുത്തെ ബ്ലോക്ക് കളഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ചെറിയ ഇവിടെയെല്ലാം മാറിപ്പോയി എടുത്തേക്കുക. ഇവിടെ 2 ചെസ്റ്റ് വെക്കുക. 2 ചെസ്റ്റ് വെച്ചതിന് ശേഷം ഹോപ്പർ എടുക്കുക. ഒരു ഹോപ്പറിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ 2 ഹോപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ഹോപ്പർ ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്യുക. ചെസ്റ്റിലേക്ക് കണക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി ഒരു കൂട്ട് വെക്കുക. ഓക്കെ, അത് കണക്റ്റ് ആയിട്ടുണ്ട്. അത് തിരിച്ചിട്ടേക്കാം. അതിനുശേഷം ഇതിൻ്റെ പൊക്കത്ത് ഇവിടെ ഇട്ട് നമ്മുടെ സാധാ റെയിൽ ഇവിടെയും വെച്ച് ഇവിടെ മാത്രമായിട്ട് സാധാ റെയിൽ വെക്കുക. യെസ്, ഓക്കെ, സാധാ റെയിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പവർ റെയിൽ എടുക്കുക. ഓക്കെ, അത് മൊത്തം ഇവിടെ ഞാൻ വെച്ചിട്ട് വെക്കാത്ത കഴിയില്ല ടൈസ്. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അത് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് വെക്കാം നമ്മുടെ റെസ്റ്റോറൻറ്റ് ടോർച്ച്. ഓക്കെ, ഇത് 2 എടുത്തിട്ട് പൊട്ടിക്കുക. ഒന്ന് കയറിയുള്ളൂ ടൈസ്. തീർന്നു നമ്മൾ കളിക്കാൻ പറ്റുന്നു. ഓക്കെ, അതെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ അതേപോലെ തന്നെ പൊട്ടിച്ചിട്ട് 1 and 2 and ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. ഇനി മൊത്തം കണക്റ്റായോ? മൊത്തം അവിടെ വരെ കണക്റ്റായോ? ഓക്കെ, അതും കണക്റ്റായിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഡബിൾ ചെസ്റ്റ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹോപ്പറിൻ്റെ തണ്ട് ഇവിടെയായിട്ട് നമ്മൾ നമ്മുടെ ഇവനെ ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യണം. യെസ്, ഇതാണ്ട് ഇതേപോലെ അങ്ങ് പ്ലേസ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മുടെ കോബിൾ സ്റ്റോൺ എടുക്കുക. കോബിൾ സ്റ്റോൺ ഒരെണ്ണം മതിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തവനെ എടുത്തിട്ട് അവനെ നല്ല ഇങ്ങോട്ടേക്കാക്കി വെക്കും. കറക്റ്റായി തോന്നുന്നു ഗൈസ്, എനിക്ക് വലിയ ഐഡിയ ഇല്ല. അത് എന്നിട്ട് ഇവൻ്റെ പൊക്കത്തായിട്ട് അടുത്തവനെ വെക്കണം ഗൈസ്. അയ്യോ, ഇങ്ങനെ കണ്ടാൽ തോന്നുന്നു. എന്തെങ്കിലും ശരിയാവോ?
ഇത് വീണ്ടും ഓക്കെ അവിടെ ഓക്കെ ഒന്ന് പോയി നോക്കി തരാം ഗൈസ്. ഞാൻ ചെറിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലോക്ക് ഇവിടെ വേണ്ട കേട്ടോ, ഇവനെ കളയാം. എന്നിട്ട് സ്റ്റോൺ ടോർച്ച് എടുക്കുക. സ്റ്റോൺ ടോർച്ച് എടുത്ത് ഇവനെ ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവൻ്റെ പൊക്കത്ത് വേണം അടുത്ത ബ്ലോക്ക് പ്ലേസ് ചെയ്യാൻ. പ്ലേസ് ചെയ്തതിന് ശേഷം തൻ്റെ ഇത്ര ഉള്ളൂ പരിപാടിൻ്റെ തോന്നുന്നു. ഓക്കെ, ഇത്ര ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കയറിയിട്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ട് ഡേറ്റ്, അതിൻ്റെ പൊക്കത്ത് ഡേറ്റും വെച്ച് ഇവനെ അങ്ങ് പൊട്ടിച്ചും കളഞ്ഞ്, അവനെ പൊട്ടിച്ചപ്പോൾ എൻ്റെ ഗോൾഡനും പോയി. ഓക്കെ, അതും പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ഇതിങ്ങനെ നിന്നിട്ട് ഈ ഡേറ്റ് മൊത്തം ഇവിടെ പ്ലേസ് ചെയ്യണം. മൊത്തം ഡേറ്റ്, അപ്പോൾ രണ്ട് സൈഡും ഡേറ്റ് പ്ലേസ് ചെയ്യണം കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേറ്റിങ് എൻ്റെ ടെമ്പററി ബ്ലോക്ക് ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അതെടുക്കുക. എടുത്തിട്ട് ഒന്ന് ഇവിടെയും പ്ലേസ് ചെയ്യുക, ഒന്ന് ഇവിടെയും പ്ലേസ് ചെയ്യുക. ഈ ഡേറ്റ് അങ്ങ് പൊട്ടിച്ചിടാം. അത് കഴിഞ്ഞിട്ട് ചാടി ഇറങ്ങുക. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലോക്ക് അങ്ങേ മൂല റൗണ്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചുറ്റും ബ്ലോക്ക് ആക്കണം. ഓക്കെ, ചുറ്റും ബ്ലോക്ക് ആക്കണം. യെസ് ബ്രോയ്. സോ ഗൈസ് അത് മൊത്തം അങ്ങനെ നമ്മളതും വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേക്കാം. അത് കഴിഞ്ഞിട്ട് യെസ് നമ്മുടെ പിസ്റ്റൺ എടുക്കുക. പിസ്റ്റൺ ചുറ്റും സ്പീഡ് ഞാൻ വയ്യ. ഓക്കെ, ഒന്നും കൂടെ ഇവിടെ വെച്ചേക്കണം. ഓക്കെ, വെക്കുക. റിപ്പീറ്റായിട്ട് വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ 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 അതും വെച്ചു. ഇടയിൽ എവിടെയോ വെക്കാൻ വിട്ടിട്ടുണ്ട് 2 സ്ഥലം, അവിടെയും വെച്ചേക്കാം. നൈസ്, അതും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ബ്ലോക്ക് വെച്ചങ്ങ് മൂടിക്കളഞ്ഞേക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പക്കത്ത് നമുക്ക് ഇനിയും പരിപാടി കിടക്കുക. ഗൈസ് ഒന്നും ആയിട്ടില്ല. അയ്യോ, ഞാനിവിടെ അത് പെട്ടല്ലോ ഗൈസ്. നമ്മുടെ ബാമ്പു എടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ബാമ്പു എടുത്തിട്ട് ബാമ്പു ഇങ്ങനെ പ്ലേസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെ ഞാൻ വീണ്ടും ഇതിനകത്ത് ഇറങ്ങേണ്ടി വരും. ഇതെന്താ ഒരു ഇതിന് നടുക്കൊക്കെ നിന്നാൽ പോരെ. ഏതെങ്കിലും കാട്ടിലൊക്കെ പോയി നിൽക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഒരു ഐഡിയ കിട്ടാത്ത പോലെ കളിക്കുന്നത് ഞാൻ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് അയ്യോ അണ്ണാ അങ്ങോട്ടൊന്ന്. അപ്പോൾ 2 അണ്ണന്മാരെ കിട്ടിയിട്ടുണ്ട്. 2 മണ്ടന്മാരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പക്കത്ത് കയറാം. ഒരു ബ്ലോക്കും കൂടെ വെച്ചിട്ട് കയറുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ പുറകിൽ ഏതാണ്ട് ഇങ്ങനെ ഒരു സംഭവം ചുറ്റുണ്ടാക്കി വെക്കണം. ടൈസ് അത് ഉണ്ടാക്കി വെച്ചിട്ട് വരാം. സോ ഗൈസ് അങ്ങനെ ഈ ബ്ലോക്കുകൾ ഇങ്ങനെ ഒന്ന് വെക്കട്ടെ. ഒരു ബ്ലോക്ക് ഇടവിട്ടിട്ട് പിന്നെ ഇപ്പുറ സൈഡ് വെക്കുമ്പോൾ ഇവിടെ ഇടവെട്ട ബ്ലോക്കിൻ്റെ എതിർവശത്തായിട്ട് വേണം കേട്ടോ വെക്കാൻ. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒബ്സർവർ എടുക്കുക. ഒബ്സർവർ ഏതാണ്ട് അവൻ്റെ മുഖം അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് മൊത്തം അങ്ങ് വെക്കട്ടെ. ഗൈസ് അതും വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലാബ് എടുക്കുക. സ്ലാബ് ചുറ്റും അങ്ങ് വെക്കണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ചുറ്റും അങ്ങ് വെക്കട്ടെ. സ്ലാബും കൂടെ അങ്ങ് വെച്ചേക്കാം. അതിന് മുമ്പ് റെസ്റ്റോൺ വെച്ചേക്കാം. ഗൈസ് റെസ്റ്റോൺ മറന്നുപോയി. റെസ്റ്റോൺ ആദ്യം വെച്ചിട്ട് ഇങ്ങനെ സ്ലാബും വെക്കുക. അതേപോലെ മൊത്തത്തിൽ ഒരു റെസ്റ്റോണും ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തേക്കട്ടെ. മൊത്തത്തിൽ റെസ്റ്റോണും വെച്ച് കൊടുക്കുക, അതുപോലെ സ്ലാബും വെച്ച് കൊടുക്കട്ടെ. ഗൈസ് റെസ്റ്റോൺ താണ്ട ഇവിടം വരെ വെച്ചിട്ടുണ്ട്. അതേപോലെ അപ്പുറ സൈഡും ചെയ്യണം. സ്ലാബ് അതുപോലെ ഇതേപോലെ ഇവിടം വരെ വെച്ച് അപ്പുറ സൈഡും ചെയ്യണം. അതുപോലെ സ്ലാബ് ഇവിടെയും കൂടെ വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കീപ്പറും വന്ന് പൊട്ടി. എങ്ങനെ കൊണ്ട് വയ്ക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ താണ്ട ഇപ്പുറം റെസ്റ്റോൺ വെച്ചു, അപ്പുറം റെസ്റ്റോൺ വെച്ചു. അതേപോലെ തന്നെ നമ്മൾ താണ്ട ഇവിടെ മൊത്തം സ്ലാബും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം താണ്ട സ്ലാബിൻ്റെ ഈ സ്ലാബിൻ്റെ വലുപ്പത്തിൽ നോക്കിയിട്ട് അയ്യോ ഗ്ലാസ് മൊത്തം അങ്ങ് വെക്കണം ടൈസ്. അതും കൂടെ ഉള്ളൂ പരിപാടി ഗൈസ്. അതിന് ശേഷം ഇവിടെ ഡബിൾ ചെസ്റ്റ് ആക്കാം കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈൻകാർട്ട് വിത്ത് ഹോപ്പർ വിടൽ. അവിടെ ഞാൻ റെയില് വെച്ചില്ല. ഇവിടെ ഞാൻ റെയിലൊക്കെ മറന്നു. 25 ഇപ്പോഴാണ് എൻ്റെ പോക്കറ്റിൽ കയറി. എൻ്റെ മോനെ നല്ല വർക്കിംഗ് ആട്ടോ ഗൈസ്, നല്ല വർക്കിംഗ് ആണ്. 25 തന്നെ ഇപ്പം എൻ്റെ തന്നെ കൈ കയറി 30 ഞാൻ അവിടെ റെയിലും കൂടെ വെച്ച് കഴിഞ്ഞ് സെറ്റാട്ടാ. സോ ഗൈസ് അപ്പോൾ ഞാൻ എൻ്റെ പൊക്കത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ലവണ്ണം ഇപ്പോൾ വർക്കിംഗ് ആണ് ഗൈസ്. പിന്നെ ഇവിടെ ഒന്ന് ജസ്റ്റ് വർക്കിംഗ് ആവാതിരുന്നു. അപ്പം ഞാൻ എന്താ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ കീപ്പർ പൊട്ടിയിട്ട് ഇവിടുത്തെ പിസ്റ്റൺ പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും പിസ്റ്റൺ തിരിച്ച് ഫിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സകലമാന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിനും കൂടെ ആയിട്ട് കയറിയതൊക്കെ പിന്നെ കമ്പനി എടുക്കണം, അതിനും കൂടെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് മൈൻകാർട്ട് വെച്ചിട്ടുണ്ട്. മൈൻകാർട്ട് ഓടിച്ചിട്ട് മറന്നുപോയി. മൈൻകാർട്ട് ഇങ്ങനെ ഓടിക്കുക. ഇത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ തിരിച്ച് വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ വന്ന് നിന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോട്ട് വൈസ് കുറച്ച് കഴിയും. ഇച്ചിരി കഴിയുമ്പോൾ പോകേണ്ടതാണ്, ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി കഴിയുമ്പോൾ താനെ പോട്ട് വൈസ്
ഇതിങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന കേട്ടോ. കിട്ടിയ സാധനത്താണ് ഒരു സ്റ്റാക്കിൻ്റെ മേലെ ഇപ്പോൾ തന്നെ ഒരു സ്റ്റാക്കും 13 കിട്ടിയതെല്ലാം ഡ്രോപ്പ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും താനെ റണ്ണിങ് ആവും. അങ്ങനെയാണ് ഈ സെറ്റപ്പ്. ഓക്കെ, സെറ്റപ്പ് എങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വർക്കാവുമ്പോൾ ടൈം കഴിഞ്ഞല്ല. പാർട്ടിക്കലോ അത് ഇവിടുന്ന് പാർട്ടിക്കൽ ശരാ വർക്കാവേണ്ടെന്നാണ്. ഓക്കെ, ഞാൻ സ്ലീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മോർണിംഗ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഇടക്കിടെ കുഞ്ചി കൊടുക്കണോ? എന്താ നീങ്ങത്തെ ഗൈസ്? എനിക്ക് തോന്നുന്നു അത് വലുതാവും. അത് വലുതാവുമ്പോൾ ഒബ്സർവർ വർക്കാവില്ല. ഒബ്സർവർ വർക്കാകുമ്പോൾ ഇവിടെ താനെ ഇതും ചേഞ്ചിങ് ആയി ഇവിടെയും വർക്കിംഗ് ആവുമായിരിക്കാം. അതന്നെയായിരിക്കും കാര്യം. യെസ്, എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഗൈസ്. നമ്മളിത് വീഡിയോസ് നോക്കി ചെയ്യുന്നതാണല്ലോ, അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അവരുടെ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ നോക്കി ചെയ്യുന്നത്. അത് വർക്കാവേണ്ട ടൈം കഴിഞ്ഞിട്ടേ. ബെഡ് റോക്ക് എഡിഷൻ എനിക്ക് ഇത് ബഗ്ഗായാൽ ഞാൻ ഗൈസ് ഈ വീഡിയോ ഇവിടെ ബഗ്ഗാവാണെങ്കിൽ ഞാൻ മിക്കവാറും ഈ ഒരു ലൈവും അതുപോലെ ഹാർഡ്കോറും പകുതി വെച്ച് നിർത്തേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ ഈ മിനി വേൾഡും ഹാർഡ്കോറും പകുതി വെച്ച് നിർത്തേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ ഇത് വർക്കാവുന്നില്ലെങ്കിൽ എന്നിട്ട് ഞാൻ വേറെ ഒരു മൈൻക്രാഫ്റ്റ് വേറെ വേഷം കയറ്റി ചെയ്യേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് എനിക്ക് വേറെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. ഇത്ര നേരമായിട്ട് എന്താ വർക്കാവാത്തെ? എടാ, ഇത് പോകേണ്ട ടൈം കഴിഞ്ഞടാ. ഞാൻ ഉന്തി വിട്ടത് ഓക്കെ ആയിട്ട് വരും തോന്നുന്നു. അത് ഉന്തി വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ വന്ന് ഇവിടെ വന്ന് നിന്നോളും. ഇവിടെ വന്ന് നിന്നിട്ട് ഡ്രോപ്പിംഗ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. 30 ഡ്രോപ്പിംഗ് അടേ. ഇതിനകത്ത് തന്നെ സ്റ്റാക്കാളും അതിൻ്റെ തോന്നുന്നു. ഓക്കെ, 39 കിട്ടി. ഞാനിത് ഓരോ വട്ടം ഇങ്ങനെ ഒന്തി കൊടുക്കണം ഇവിടെ നിന്ന്. ഇവിടെ പോടെ ഞാൻ ഈ മൈൻക്രാഫ്റ്റ് നിർത്തട്ടെ ഗൈസ്. എന്നാൽ ബീറ്റ ഒരുമാതിരി ഇപ്പോൾ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട്. സത്യം പറയാലോ, ബീറ്റ നല്ലവണ്ണം വെറുപ്പിക്കുന്നുണ്ട്. നല്ല വർക്കിംഗ് ആവുന്ന ഫാർമുകൾ നോക്കി കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് നോക്കി എടുത്ത് കഴിഞ്ഞിട്ടും ഈ ഒരു അവസ്ഥയാണെങ്കിൽ കേസ് ഞാൻ ബീറ്റ ഒഴിവാക്കാണ്. എന്നിട്ട് ഒറിജിനൽ ബെഡ് റോക്ക് എഡിഷൻ കയറ്റാൻ പോകണം. അല്ലാണ്ട് വേറെ രക്ഷയില്ല. വാങ്ങാൻ പോകണം, പൈസ പൊട്ടിക്കാൻ പോകുക കേസ്. അല്ലാണ്ട് രക്ഷയില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണെങ്കിൽ ശരിയാവും തോന്നുന്നില്ല കേസ്. വർക്കിംഗ് ആവുന്നില്ല. ചുമ്മാ ഉണക്കാട്ടെ കേസ്. അത് ഓണക്കൊന്നും ചെയ്തേ. ഓഫ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ ഉപകാരമുള്ളൂ ഗൈസ്. എന്താണ് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. നമ്മൾ അടിപൊളി സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് വർക്കിംഗ് ആണ്. ഇത് 100% വർക്കിംഗ് ആണ്. ഇത് ബെഡ് റോക്ക് എഡീഷൻ്റെ എന്തോ ഒരു പ്രോബ്ലം ആണ്. ബീറ്റ തന്നെ ചതിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. ബീറ്റ തന്നെ ചതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒന്നുമേ ഇപ്പോൾ അങ്ങനെ ശരിക്കും അങ്ങ് വർക്കിംഗ് ആവുന്നില്ല. അപ്പോൾ ഞാൻ മിക്കവാറും പകുതി വെച്ച് വീഡിയോ അവസാനിപ്പിച്ചിട്ട് ഒന്നേന്ന് പറയേണ്ടി വരും. ഇത് ഇതുവരെ ആയില്ലേ ഒന്നും. എടാ, ഇത് ബീറ്റ മൊത്തത്തിൽ ഒരുമാതിരി പാര പണിയുന്നുണ്ട്. എനിക്കിട്ട് ഇത് നല്ലോണം ഫീൽ അടിക്കുന്നുണ്ട്. ബീറ്റ ഇത്ര കാലം എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം എന്നെ വിട്ട് കളിക്കുന്ന എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ ഗൈസ്. അതുകൊണ്ട് അതും വർക്കാവുന്നില്ല. അതേപോലെ കണ്ടോ നല്ല വർക്കിംഗ് ആവുന്ന വീഡിയോസ് നോക്കി ചെയ്തിട്ട് കണ്ടോ അതും വർക്കാവുന്നില്ല. എന്തോ ഗൈസ്. ഞാൻ എന്നാൽ പുതിയ മൈൻക്രാഫ്റ്റ് കയറ്റാം നെക്സ്റ്റ് എപ്പിസോഡ് തൊട്ട്. ഇത് നമ്മുടെ മിനി വേൾഡിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് കേട്ടോ. ഹാർഡ് കോർ പിന്നെ അത് തുടങ്ങിയതല്ലോ, അത് പോട്ടെ. മിനി വേൾഡിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ എന്തൊട്ട് നമ്മൾ പുത്തൻ മൈൻക്രാഫ്റ്റ് മേടിക്കാൻ പോകുക കേട്ടോ. മൈൻക്രാഫ്റ്റ് അങ്ങ് മേടിക്കാൻ പോകുക. എന്നിട്ട് അതിനകത്ത് സൈൻ ഇൻ ചെയ്തിട്ട് നമ്മൾ പുതിയ ലെറ്റ്സ് പ്ലേ ഒക്കെ ആരംഭിക്കാൻ. അത് രക്ഷയുള്ളൂ തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് എപ്പിസോഡ് കാണാൻ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് എപ്പിസോഡ് പുത്തനായിരിക്കും.